ഈ UDFിൻ്റെ പ്രകടന പത്രികയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്ന് തുടങ്ങിയുള്ള പല കാര്യങ്ങളുണ്ട്. ശരിക്കും അത്തരത്തിലുള്ള സൗജന്യങ്ങൾ നമ്മൾ പെൻഷനൊക്കെ ധാരാളം കൊടുക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പെൻഷനുകൾ അവർ ഓഫർ ചെയ്തിട്ടുണ്ട്, പെൻഷനുകളും സാമ്പത്തിക സഹായമൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സൗജന്യങ്ങൾ ശരിക്കും അത് സർക്കാരിനൊരു ബാധ്യതയാവില്ലേ? UDF പറയുന്നത് ആര് വിശ്വസിക്കുന്നു? ഇവിടെ 2006 LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അന്ന് കൊടുക്കേണ്ടിയിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നു. അല്ല, 600 ഇല്ല, അന്ന് വളരെ കുറവാണ്. പിന്നെയാണ് 2016 ആകുമ്പോഴാണ് 600 ആകുന്നത്. ആ ചെറിയ പെൻഷൻ എത്ര മാസമായിരുന്നു കുടിശ്ശിക എന്നറിയോ? 28 മാസം. 2006 ഈ സൗജന്യ യാത്ര എന്നൊക്കെ പറയുന്ന ഒരു തമിഴ്നാട് മോഡൽ പൊളിറ്റിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതല്ല, 2006 28 മാസത്തെ കുടിശ്ശിക. 2016 ഞങ്ങൾ വന്നു വീണ്ടും. വന്നപ്പോൾ അന്ന് കുടിശ്ശിക എത്രയാണെന്ന് നോക്കി. അന്ന് 600 രൂപയാണ്. 500 രൂപയാണ് അതിന് മുൻപുണ്ടായിരുന്നത്. അത് 100 രൂപ ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ വർധനവ് UDF ഗവൺമെൻറ് വരുന്നത് ആകെ 100 രൂപയാണ്. അത് കടലാസിലാണ്, കൊടുത്തില്ല. ആ കുടിശ്ശിക 18 മാസം. അപ്പോൾ കൊടുക്കാൻ ബാധ്യതപ്പെട്ട കാര്യങ്ങൾ പോലും കൊടുക്കാത്തവർ പിന്നെ എന്ത് പ്രഖ്യാപനം നടത്തിയിട്ട് എന്താ കാര്യം? ആ പ്രഖ്യാപനം ആര് വിശ്വസിക്കുന്നു? ഒരു നേട്ടം കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ പവർ കട്ട് എന്ന് പറഞ്ഞൊരു സംഭവം അത് ശരിക്കും ഇല്ല എന്ന് തന്നെ പറയാം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പവർ കട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. വീട്ടിലൊക്കെ പണ്ടൊക്കെ ഇൻവേർട്ടറൊക്കെ വാങ്ങിച്ചു വെക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു, ബാറ്ററി അങ്ങനെ സാധനങ്ങളൊക്കെ. ഇപ്പോൾ ഇൻവേർട്ടർ പോലും ഇല്ല വീട്ടിൽ. കാരണം പവർ കട്ട് എന്ന് പറയുന്നത്, കറണ്ട് പോകാന്ന് പറയുന്നത് പോലും വളരെ അപൂർവമായിട്ട് മാറിയിരിക്കുകയാണ്. അത് നിങ്ങളുടെ ഒരു ഭരണ നേട്ടം തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അതെങ്ങനെയായിരിക്കും അച്ചീവ് ചെയ്തത്? അല്ല, അത് ക്വാളിറ്റി പവർ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ ക്വാളിറ്റി പവർ